സോ നമ്മൾ പഠിച്ച ഭാഗം എന്ന് പറയുന്നത് നോർത്തേൺ പാർട്ടാണ്. ഞാൻ അതേപോലെ തന്നെ നിങ്ങളോട് പറഞ്ഞു അടുത്തൊരു ഭാഗമുണ്ട് നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറയും. ഓക്കെ, സോ മുമ്പ് ഞാൻ പറഞ്ഞു മൗര്യൻ ഡൈനാസ്റ്റി ഉണ്ടായത് പോലും എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ബുക്കുകളിലും സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം, നോർത്ത് വെസ്റ്റേൺ പാർട്ടുകളിൽ ഏത് സമയത്തും യുദ്ധം ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ടാണ് അല്ലെ. ഇന്ത്യയിൽ ഇപ്പോഴും കറണ്ട് ത്രെട്ട് എന്തിനാണ്? ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് പോലും എന്താണ് നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ വരുന്നതാണ്. ഓക്കെ, അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് പോലും വരുന്നത്. സോ ആ ഭാഗം എപ്പോഴും ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് പോലും ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. യൂഷ്വലി എന്താണ് നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് എല്ലാ ഡൈനാസ്റ്റിക്കും പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മൗര്യൻ ഡൈനാസ്റ്റി ഉണ്ടായത് പോലും. നമ്മൾ പറഞ്ഞു ചാണക്യന്റെ കഥകളൊക്കെ പറഞ്ഞ് മനോഹരയുടെ ഭാഗം പറഞ്ഞതാണ് നിങ്ങൾക്ക്. സോ ആ ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ പഠിക്കുന്നത്. വളരെ ചെറിയ ഭാഗമാണ് ഈ പറഞ്ഞ നോർത്തേൺ പാർട്ട് പോലെ തന്നെ. ഓക്കെ, സോ ആ സമയത്താണ് എന്ത് വരുന്നത്, ഗ്രീക്ക് ഇൻവേഷൻ വരുന്നത്. അപ്പൊ ഞാൻ ഗ്രീക്ക് ഇൻവേഷന് മുൻപ് നിങ്ങൾക്ക് ഒരു ചെറിയ ഭാഗം പറഞ്ഞു തരാം. അവിടെ ഒരു എംപയർ ഉണ്ടായിരുന്നു, സെലൂസിഡ് എംപയർ എന്ന് പറയും. സെലൂസിഡ് എംപയർ ശരിക്കും വരുന്നത് എൻടയർ ഇറാൻ, ഇറാഖിന്റെ ചെറിയ പോർഷൻ, അഫ്ഗാനിസ്ഥാന്റെ പോർഷൻ, ഇത്രയും ഭാഗത്താണ് ഈ പറഞ്ഞ സെലൂസിഡ് എംപയർ വരുന്നത്. ഓക്കെ, ഈ എംപയർ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ എംപയർ ഉണ്ട്. ഓക്കെ, ഈ എംപയർ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണ്? ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സെലൂക്കസ് നിക്കറ്റർ ആണ്. സെലൂക്കസ് നിക്കറ്റർ എന്ന് പറയുന്നത് ആരായിരിക്കും? അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ കൊണ്ട് നിർത്തിയ ആളാണ്. ലേറ്ററിൽ ഇവരെ തമ്മിൽ യുദ്ധം നടക്കുകയും ഈ പറയുന്ന സെലൂക്കസ് നിക്കറ്ററിനെ മൂവ് ചെയ്യിച്ചിട്ട് ഏത് ഭാഗത്തേക്ക് കൊണ്ടുപോകും? അഫ്ഗാന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകും ഡ്യൂറിംഗ് ദി ടെറിട്ടറി ഓഫ് ദി മൗര്യൻ ഡൈനാസ്റ്റി. ഓക്കെ, മൗര്യൻ ഡൈനാസ്റ്റി ടെറിട്ടറിന്റെ അപ്പുറത്തേക്ക് സെലൂസിഡ് എംപയർ വരും. സ്വാഭാവികം എന്താണ്, അദ്ദേഹത്തിന് ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ രാജ്യം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം എന്ത് ചെയ്യും? അങ്ങോട്ട് അദ്ദേഹത്തിന്റെ രാജ്യം എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അതായിരിക്കും അദ്ദേഹം ചെയ്യുന്നുണ്ടാവും. കാരണം ഇവിടെ ഭയങ്കര സ്ട്രോങ്സ്റ്റ് ഉള്ള ഡൈനാസ്റ്റി വന്നുകൊണ്ടിരിക്കണം. മൗര്യൻ ഡൈനാസ്റ്റി ഉണ്ടല്ലോ, അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ആൻഡ് ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം മരിക്കും, സെലൂക്കസ് നിക്കറ്റർ മരിക്കും. സ്വാഭാവികമായിട്ട് ഈ ഡൈനാസ്റ്റിക്ക് ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ചില റീജിയണൽ പ്രൊവിൻസുകൾ വരുന്നു. അതിൽ ഒന്നാമത്തെ പ്രൊവിൻസ് ബാക്ട്രിയ, അതേപോലെ പർത്തിയ എന്ന് പറയുന്ന ഇറാന്റെ ഭാഗത്തൊക്കെ ആയിട്ട് 2-3 പ്രൊവിൻസുകൾ മെല്ലെ മെല്ലെ വരുന്നു. അവിടെ റിവോൾട്ട് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. അവർ ഓട്ടോണോമി, ഇൻഡിപെൻഡൻസിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ഓക്കെ, അതിൽ ബാക്ട്രിയ എന്ന് പറയുന്ന ഭാഗം, ഓക്കെ, ഈ പറയുന്ന ഗ്രീക്കോ ബാക്ട്രിയൻ എന്ന് പറയുന്ന ഭാഗം ശരിക്കും പറഞ്ഞാൽ റിവർ ഓക്സസ് മുതൽ ഹിന്ദുക്കുഷ് മൗണ്ടെയിൻസ് അഫ്ഗാനിസ്ഥാൻ വരെയുള്ള പോർഷനും, പാർത്തിയൻ എന്ന് പറയുന്ന ഭാഗം കാസ്പിയൻ സീന്റെ ഭാഗവുമാണ്, സൗത്തേൺ പോർഷൻസ്. ഓക്കെ, അവിടെയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന പാർത്തിയൻ എന്ന് പറയുന്ന ഏരിയ വരുന്നത്. സ്വാഭാവികമായിട്ട് രണ്ടും എന്താണ്, ഈ പറയുന്ന സെലൂസിഡ് എംപയറിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഓട്ടോണോമിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. സിമ്പിൾ നിങ്ങൾക്ക് കറണ്ട് അഫയർ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ പറയാൻ പറ്റുന്ന ഒരു ഭാഗം സ്പെയിൻ കാറ്റലോണിയ പറയാം അല്ലെ. സ്പെയിനും കാറ്റലോണിയ എന്താണ്, കാറ്റലോണിയ ഇപ്പോഴും എന്താണ് ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്പെയിനുമായിട്ട്. ഓക്കെ, കാറ്റലോണിയ എന്താ പറയാ ഒരു മേജർ ചങ്ക് ഓഫ് ഏരിയ ആണ്, മെഡിറ്ററേനിയൻ സീ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഞാൻ കറണ്ട് അഫയർ ആണ് പറയുന്നത്, ഇതായിട്ട് ബന്ധമില്ല കേട്ടോ. എന്താണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ട് എന്താണ്, അവർ ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഞാൻ മുമ്പും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാറ്റലോണിയയുടെ റെപ്രസെന്റേഷൻ ആണ് ബാഴ്സലോണ എന്ന് പറയുന്ന ടീം പോലും വന്നിട്ടുള്ളത്. സോ ആ ഭാഗത്ത് എന്താണ്, അവിടെ ഒരു ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പപ്പുവ ന്യൂഗിനിയിൽ ഇപ്പോഴും ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ആയിട്ട് 2 ഡൈനാസ്റ്റി ആയിട്ട് മാറുന്നു. ഞാൻ പറഞ്ഞ ബാക്ട്രിയൻസും പാർത്തിയൻസും എന്ന് പറയുന്ന 2 സെപ്പറേറ്റ് ഡൈനാസ്റ്റി ആയിട്ട് മാറുന്നു. ഓക്കെ, അവരെയാണ് ഗ്രീക്കോ മൂവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്ത്യൻ പെർട്ടിക്കുലർ പോർഷനിൽ നിൽക്കുന്ന ആ ഗ്രൂപ്പിനെ ഇൻഡോ ഗ്രീക്കൻസ് എന്നും, അല്ലാത്ത നിൽക്കുന്ന സെലൂസിഡ് എംപയറുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഗ്രൂപ്പിനെ ഗ്രീക്കോ ബാക്ട്രിയൻസ് എന്നുമാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഭാഗം. ഓക്കെ, അവരെന്താണ്, ഈ ഗ്രീക്കോ ബാക്ട്രിയൻസ് നിൽക്കുന്ന പൊസിഷൻ അവിടെ തന്നെ ആയിരിക്കാം. അഫ്ഗാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഭാഗത്ത് തന്നെയാണ് ബോർഡർ ഏരിയ. ഇൻഡോ ഗ്രീക്കൻസ് എന്താണ്, അവർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തു, ഇൻവേഡ് ചെയ്ത് വന്നു. ഈ ഭാഗം ഓക്കെയാണ് ഞാൻ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടോ? അതിന്റെ ഡൗട്ട് ഇത്രയും പറഞ്ഞതിൽ സ്പീഡ് ഒന്നുമില്ലല്ലോ, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഭാഗമാണ്, കുറച്ച് ഡ്രൈ ആണ് എനിക്കറിയാം. എന്നാലും ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. മോർ ദാൻ ദാറ്റ് ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിനകത്ത് ചോദിക്കില്ല. ഓക്കെ, അടുത്തൊരു ഭാഗം യവനാസ് എന്നുള്ളൊരു ടേം ആണ്. അത് UPSC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോർമൽ കേസിൽ ഗ്രീക്സ്, റോമൻസ്, വെസ്റ്റ് ഏഷ്യൻസിനാണ് എന്ത് പറയുന്നത്, യവനാസ് എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ ഒന്നും കൂടി കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവരെ യവനാസ് എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇവരെ യവനാസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിന് മുൻപ് കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് യവനാസ് എന്ന് ഇവരെ വിളിക്കുന്നത് നിങ്ങളൊന്ന്
കമന്റ് ചെയ്യാൻ പറ്റും നോക്കുക. ആൻഡ് അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹെലിഡോറസ് പില്ലർ വിദിശയില് അദ്ദേഹം വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? ഇൻഡോ ഗ്രീക്കൻസിന്റെ ഭാഗത്ത് നിന്നാണ്. അംബാസിഡർ ആണ് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഈ പറഞ്ഞ ഹെലിഡോറസ് പില്ലറിലും എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്? യോണ കിങ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. യോണ. ഓക്കെ, യോണ കിങ്. ഓക്കെ, അത് യവനാസ് എന്നുള്ള പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. യോണ കിങ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതില് അമിത് യോഗ എന്ന് പറഞ്ഞാണ്, സോറി അമിത് കാന്തക എന്താണ് അദ്ദേഹത്തിന്റെ പേര്, അത് നിങ്ങൾ അത്ര നോക്കണ്ട. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ പറഞ്ഞ കിങ്ങിന്റെ പേര് മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ കിങ്ങിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ അശോകന്റെ എഡിക്റ്റുകളിലും എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്? യോണ കിങ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ കാലഘട്ടത്തിൽ ഇതേ പേര് ഇൻഡോ ഗ്രീക്കൻസ് അല്ല ഗ്രീക്കൻസ് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിരിക്കാം. എന്തുകൊണ്ടാണ് നിങ്ങൾ നോക്കി വരിക. ഓക്കെ, അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് അതിന്റെ അകത്ത് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്ന പേരാണ് അമിത് യോഗ എന്ന് പറയുന്നത്. അമിത് യോഗ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ യോണ കിങ്ങിന്റെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? അശോകൻ എഡിക്റ്റുകളിൽ മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ ആണല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, ബാക്ട്രിയൻസ് എന്ത് ചെയ്തു? മെല്ലെ മെല്ലെ മൂവ് ചെയ്തു. ലേറ്റർലി എന്ത് ചെയ്തു? ഈ ബാക്ട്രിയൻസിന് ശേഷം എന്ത് ചെയ്യുന്നത്? സൈറ്റിയൻസും പാർഷ്യൻസും ഒക്കെ ഇന്ത്യയിലേക്ക് മെല്ലെ മെല്ലെ മൂവ് ചെയ്ത് വരുന്നത്. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ബാക്ട്രിയയില് ഇൻഡോ ഗ്രീക്കൻസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കിങ്സിനെ മാത്രമേ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞു അവർ നോർത്ത് എവിടെ നിന്നു? നോർത്ത് വെസ്റ്റേൺ പാർട്ടിലേക്ക് മെല്ലെ മെല്ലെ ഗ്രാജുവലി വന്നു. അവരെന്ത് ചെയ്തു? ഇൻഡസ് ഡെൽറ്റയിലെ സൗരാഷ്ട്ര, കച്ച് ആ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു? മെല്ലെ മെല്ലെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മിലോന്ത പൻഹോ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ഇറ്റ്സ് എ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്. ഓക്കെ, അതിനകത്ത് സ്പെസിഫിക്കലി പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് യവനാക്കിംഗ് ആയിട്ടുള്ള മിയാണ്ടർ ടൂവും അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള നാഗസേനയും. നാഗസേനയാണ്, നാഗാർജുനയല്ല, തെറ്റിപ്പോരുത്. ഇത് നാഗസേന. നാഗാർജുന കുഷാനാസിന്റെ കാലഘട്ടത്തിലാണ്, ഇത് വ്യത്യാസമാണ്. ഓക്കെ, ഈ നാഗസേനയും തമ്മിലുള്ള ഡിബേറ്റ് ആണ് ഈ മിലോന്ത പൻഹോ എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ട് ബുദ്ധിസത്തിന് എന്തുകൊണ്ട് പ്രാധാന്യം വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഭയങ്കരമായ ഡിബേറ്റ് നടക്കുന്നുണ്ട് ഈ പറയുന്ന ആരുടെ കാലഘട്ടത്തില്? ഇൻഡോ ഗ്രീക്കൻസിന്റെ കാലഘട്ടത്തിൽ. ഓക്കെ, അതും എക്സാമിനേഷൻ ആസ്പെക്ടിൽ ഓർത്തിരുന്നാൽ മതി. മറ്റൊരു അഡീഷണൽ പോയിന്റ് പറയാനുള്ളത്, ഇൻഡോ ഗ്രീക്കൻസിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് വരുന്നത്? ഗോൾഡ് കോയിൻ വരുന്നത്. ക്ലിയർ? ഇത്രയും ഭാഗം ഫൈൻ ആണല്ലോ. അതിനുശേഷം ഇന്ത്യയിലേക്ക് വരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് സൈറ്റിയൻസ് എന്ന് പറയും. സൈറ്റിയൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നൊമാഡിക് ആയിട്ടുള്ള പാസ്റ്റോറിയൽസ് ആണ്. ഞാൻ സൈറ്റിയൻസിനെ കുറിച്ച് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഭാഗത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈറ്റിയൻസ് ശരിക്കും പറഞ്ഞാൽ എക്സലന്റ് ആയിട്ടുള്ള ഹോഴ്സ്മാൻ ആണ്. സോ സ്റ്റെപ്പേ റീജിയന്റെ ഭാഗത്താണ്. സ്റ്റെപ്പേസ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? മാക്സിമുള്ളർ സ്റ്റെപ്പേസ്, ആര്യൻ കോൺസെപ്റ്റ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? അതേപോലെ നൊമാഡിക് ആയിട്ടുള്ള ഒരു പാസ്റ്ററേറ്റ് ഗ്രൂപ്പാണ് ഈ പറഞ്ഞ സൈറ്റിയൻസ് എന്ന് പറയുന്നത്. ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ നിന്ന് ഓടി വന്നവരാ പേടിച്ചിട്ട്. ഓക്കെ, അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. That group is known as യൂച്ചി ട്രൈബ്. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് യൂച്ചി ട്രൈബ് എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്തു? ഈ സൈറ്റിയൻസിനെയും അതേപോലെ പാർത്യൻസിനെയും എന്ത് ചെയ്തു? പുഷ് ചെയ്ത് അവർ ആ ഭാഗത്ത് നിന്ന് മൂവ് ചെയ്യിച്ചു. ഈ യൂച്ചി ട്രൈബിനെ പേടിച്ചിട്ടാണ് ചൈന വൻമതിലൊക്കെ പണിതിട്ടുള്ളത്. ഓക്കെ, ലേറ്റർലി ഈ പറയുന്ന യൂച്ചി ട്രൈബ് എന്ത് ചെയ്തു? ഈ പറയുന്ന ആരെ മൂവ് ചെയ്യിച്ചു? സൈറ്റിയൻസിന് മൂവ് ചെയ്യിച്ച് അവർ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. പാർത്യൻസിന് അവരുടെ ലൊക്കേഷൻ മൂവ് ചെയ്ച്ച് ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. ലേറ്റർലി ഈ യൂച്ചി ട്രൈബ് തന്നെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ആ യൂച്ചി ട്രൈബ് ഇന്ത്യയിലേക്ക് വരുന്ന അവരുടെ പേരാണ് കുഷാനാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ ആണല്ലോ? ആ ഒരു കണക്ഷൻ കിട്ടിയല്ലോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സൈറ്റിയൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സൈറ്റിയൻസിലേക്ക് വരുന്നത് വീണ്ടും സൈറ്റിയൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൈറ്റിയൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്ത്യയിൽ എത്തുമ്പോൾ അവരെ ശാഗാസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ദേ ആർ പവർഫുൾ ഗ്രൂപ്പ്. ഞാൻ ഈ പറഞ്ഞ കഥയാണ് ഇവിടെ വരുന്നത്. യൂച്ചിസ് എന്ത് ചെയ്തു? ഈ പറയുന്ന സൈറ്റിയൻസിനെ പുഷ് ചെയ്യുന്നു, പാർത്യൻസിനെ പുഷ് ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് ഓടിച്ച് കയറ്റുന്നു. ഓടിച്ച് കയറ്റുക കാരണം എന്താ വെച്ചാൽ അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ഗ്രൂപ്പാണ് അവർ. ഓക്കെ, അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അവരുടെ അറ്റാക്കിംഗ് രീതിയൊക്കെ അങ്ങനെയാണ് യൂച്ചി ട്രൈബ്. നിങ്ങൾ ഊഹിച്ചാൽ മതി ചൈനയിലേക്ക് ഒരു വൻമതിൽ പണിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നുള്ളത്. ആ ലെവൽ ഓഫ് ഉപദ്രവമായിരുന്നു അവരെ കൊണ്ട് ഉണ്ടായിരുന്നത്. അത് ഇന്ത്യയിൽ എത്തിയപ്പോൾ കുറച്ച് സമാധാനപ്രിയരാണ് കുറച്ച് ഗ്രൂപ്പുകൾ. അങ്ങനെയാണ് അവർ കുഷാനാസ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, അതവിടെ നിന്നോട്ടെ. ഈ കുഷാനാസിനെ കുറിച്ച് പിന്നെ പറയാം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? ശാഗാസ് ഗ്രാജുവലി ഇന്ത്യയിലേക്ക് വരുന്നു. പിന്നെ ശാഗാസിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, അല്ലെങ്കിൽ സൈറ്റിയൻസിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, സൈറ്റിയൻസ് ഇന്ത്യയിലേക്ക് വന്ന ശാഗാസ് ആണ് അറിയപ്പെടുന്നത്. ഓക്കെ, അവര് മെയിൻ ആയിട്ട് രണ്ട് റിലീജിയൻ തന്നെയാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, ബ്രാഹ്മണിസവും ബുദ്ധിസവും. ഓക്കെ, ഈ ശാഗാസ് ആണെങ്കിലും ഇൻഡോ ഗ്രീക്കൻസ് ആണെങ്കിലും അവര് ഹിന്ദുയിസത്തിനും ബുദ്ധിസത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ബുദ്ധിസത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താ? ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. നോർത്ത് വെസ്റ്റേൺ ഭാഗവും മൗര്യൻസിന്റെ കൺട്രോൾ ആയിരുന്നു. ബുദ്ധിസം ആയിരുന്നു അവരെ ഉണ്ടായിരുന്നത്. സോഷ്യൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ
അവർക്ക് ഇഷ്ടമുള്ള അവർ വിശ്വസിക്കുന്ന റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പോലെ ആര് വരുന്നത്, ശാഖാസ് അല്ലെങ്കിൽ ഇൻഡോ ഗ്രീക്കൻസ് അല്ലെങ്കിൽ പാർത്തിയൻസ് ആണെങ്കിൽ പോലും ബുദ്ധിസത്തിനും ബ്രാഹ്മണിസത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇവരുടെ കോയിൻസുകളിലൊക്കെ ഈ ഒരു കാര്യം സ്പെസിഫിക്കലി കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു റൂളർ ഉണ്ട്, ശാഖാസിന്റെ ഫേമസ് റൂളറാണ് മോഘ എന്ന് പറയും. ഇദ്ദേഹമാണ് ലാർജ് നമ്പർ ഓഫ് കോപ്പർ കോയിൻസ് ഇറക്കിയിട്ടുള്ളത്. ഈ കോപ്പർ കോയിൻസിൽ ബുദ്ധന്റെയും അതേപോലെ ഹിന്ദു ഗോഡായിട്ടുള്ള ശിവയുടെയും ഫോട്ടോ കാണുന്നുണ്ട്, ഡിപ്പിക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കോയിൻസുകളിൽ. ഒരേ സമയം തന്നെ ഒരു ഭാഗത്ത് ബുദ്ധനും ഒരു ഭാഗത്ത് ശിവയും കാണുന്നുണ്ട്. ഓക്കെ, ആ രീതിയിൽ തന്നെ അവർ ഡിപ്പിക്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അവരെന്ത് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ദർ എക്സലന്റ് ഹോസ്റ്റ്മാൻ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അവർ പവർഫുൾ ആയിട്ടുള്ള കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ ശാഖാസ് ആണ്, ഇൻഡോഗ്രീക്കൻസ് അല്ല. പല ടെസ്റ്റുകളിലും തെറ്റിച്ചാണ് തരുന്നത്, ശാഖാസ് ആണ് വരുന്നത്. UPSC അക്സെപ്റ്റഡ് ദാറ്റ് തിങ്. ഓക്കെ, ശാഖാസ് ആണ് സിസ്റ്റം കൊണ്ടുവരുന്നത്. സാട്രപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗവർണർ സിസ്റ്റം ആണ്. ശാഖ കിങ് എന്ത് ചെയ്യും, പല പല ഏരിയാസ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ അതിനെ സട്രാപ്പ് എന്ന് പറയും. ആ സട്രാപ്പ് കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ റൂളേഴ്സ് ആയിരിക്കും. അതിലൊന്ന് ഫേമസ് സട്രാപ്പ് ആയിരുന്നു ഈ പറഞ്ഞ ഉജ്ജയിൻ സട്രാപ്പ് എന്ന് പറയുന്നത്. ഈ ഉജ്ജയിൻ സട്രാപ്പിന്റെ റൂളർ ആയിരുന്നു രുദ്രദാമൻ 1. രുദ്രദാമൻ 1 ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെയെങ്കിലും ഞാൻ പറഞ്ഞതായിട്ട് ഓർമ്മയുണ്ടോ? രുദ്രദാമൻ 1 ഈസ് എ ഫേമസ് റൂളർ. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ശാഖാസിനാണെങ്കിലും കുശാനാസിനാണെങ്കിലും എന്ത് വിളിക്കുന്നില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കൂടെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഗ്രീക്സ് റോമൻസിനെ വെസ്റ്റിനെ മാത്രമേ യവനാസ് എന്ന് വിളിക്കുന്നുള്ളൂ. അതിന് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം എന്തുകൊണ്ടാണെന്നുള്ളത്. കുശാനാസിനെയും ശാഖാസിനെയും പാത്യൻസിനെയും എന്ത് ചെയ്യുന്നില്ല, യവനാസ് എന്ന് വിളിക്കുന്നില്ല. വൈ യവനാസ് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പറയാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇദ്ദേഹത്തെ ഈ രുദ്രദാമൻ ശാഖാ റൂളറായ രുദ്രദാമൻ എന്ന് പറയുന്നത് യവനേശ്വര എന്നുള്ള രീതിയിൽ ഗ്രീക്ക് റൈറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഈസ് എ പവർഫുൾ റൂളർ. ഗ്രീക്ക് റൈറ്റേഴ്സ് പർപ്പസ്ഫുള്ളി ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീക്ക് റൂളറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടെൻഡൻസി കൂടി കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറയാൻ കാരണം. ഓക്കെ, പക്ഷേ അദ്ദേഹം യവന ഗ്രൂപ്പ് അല്ല. യവനാസ് എന്ന് പറഞ്ഞാൽ ഇൻഡോ ഗ്രീക്കൻസ് മാത്രമാണ്, അല്ലെങ്കിൽ റോമൻസ് ആണ്, ആ ഭാഗത്തുള്ള ആൾക്കാരാണ്, ഒരിക്കലും ഇവരല്ല. ആ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, പക്ഷേ ഇതെന്നെ യവനേശ്വരൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോ, തെറ്റൊന്നുമില്ല കാര്യം. യവനേശ്വര, യവന രാജ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. രുദ്രദാമൻ ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് ജുനാർഗർ റോക്ക് ഇൻസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, ജുനാർഗർ റോക്ക് ഇൻസ്ക്രിപ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഈ രുദ്രദാമന്റെ കാലഘട്ടത്തിൽ തന്നെ ഡെക്കാൻ ഭാഗത്ത് ആരുണ്ട്, ശതവാഹനാസ് ഉണ്ട്. ശതവാഹനാസുമായിട്ട് രുദ്രദാമൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. ജുനാർഗർ റോക്ക് ഇൻസ്ക്രിപ്ഷനിൽ ഈ പറഞ്ഞ ശതവാഹന കിങ് വശിഷ്ഠപുത്ര ശതകർണിയെ തോൽപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേത് ഓർത്തിരിക്കേണ്ടത് ജുനാർഗർ റോക്ക് ഇൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഗിർണർ ഇൻസ്ക്രിപ്ഷൻ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നത് എന്താണ്, ഗുജറാത്ത് ഭാഗത്താണ് ഇൻസ്ക്രിപ്ഷൻ വരുന്നത്, അതുകൊണ്ടാണ് ഗിർണർ ലൊക്കേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ജുനാർഗർ ഏത് വേണം നിങ്ങൾക്ക് പറയാം, ഗിർണർ ഇൻസ്ക്രിപ്ഷനോ ജുനാർഗർ ഇൻസ്ക്രിപ്ഷനോ വാട്ട് എവർ നിങ്ങൾക്ക് വിളിക്കാം, ഏത് രീതിയിൽ UPSC ചോദിക്കാം. ഓക്കെ, സംസ്കൃതം ലാംഗ്വേജിലാണ് ചെയ്യുന്നത്, അത് എഴുതപ്പെട്ടിട്ടുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഫസ്റ്റ് സംസ്കൃതം ഈ പറഞ്ഞ ഇൻസ്ക്രിപ്ഷൻസ് പോലും നമുക്ക് പറയാൻ പറ്റും. ഹെലിഡോറസ് ആ പില്ലറിന് അടിയിലാണ് എഴുതിയതെങ്കിൽ ഇതൊരു ഇൻസ്ക്രിപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും, ഈ പറഞ്ഞ സംസ്കൃത ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിനകത്ത് രുദ്രദാമൻ പറയുന്ന ഒരു കാര്യം, രുദ്രദാമൻ എന്ത് ചെയ്യുന്നുണ്ട്, സുദർശന ലേക്ക് കൺസെപ്റ്റ് ചെയ്തത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലാണ്. അത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്, അവിടെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം സ്പെസിഫിക്കലി പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ശതവാഹന കിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അവർ തോൽപ്പിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സുദർശന ലേക്ക് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്ത കാര്യവും എന്ത് പറയുന്നുണ്ട്, ജുനാർഗർ റോക്ക് ഇൻസ്ക്രിപ്ഷനിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് പഠിക്കേണ്ട ആവശ്യമുള്ളൂ, ശാഖാസിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സട്രാപ്പ് സിസ്റ്റം, രുദ്രദാമൻ, ജുനാർഗർ റോക്ക് ഇൻസ്ക്രിപ്ഷൻസ്. ഓക്കെ, മോഗയാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് കോപ്പർ കോയിൻസ് ആ കാലഘട്ടത്തിൽ ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ, പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടോ? അടുത്ത ഗ്രൂപ്പ് വലിയ ഫേമസ് ആയിട്ടുള്ള ഗ്രൂപ്പ് അല്ല. ഓക്കെ, അവരാണ് ഇൻഡോ പാർത്തിയൻസ് എന്ന് പറയും. നിങ്ങൾ അധികം പഠിക്കാനൊന്നുമില്ല അവരെ കുറിച്ചിട്ട്. ഇൻഡോ പാർത്തിയൻസ് മെയിൻ ആയിട്ട് റെയ്ഡ് ചെയ്ത് വന്നിട്ടുള്ളത് പഞ്ചാബ് ഭാഗത്ത് മാത്രമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ അതായത് സൈത്യൻസിന്റെ കൂടെ തന്നെ വന്നൊരു ഗ്രൂപ്പ് തന്നെയാണ്. രണ്ടുപേരും ഒരുമിച്ച് ഓടിച്ചത്, പക്ഷെ ഇവരെന്ത് ചെയ്തു, ഈ ഭാഗത്തേക്ക് വന്നു, ഇവർ ഈ പഞ്ചാബിന്റെ ഭാഗത്ത് മാത്രം ലൊക്കേറ്റ് ചെയ്ത് നിന്നു. ആ രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരേ ഒരു റൂളർ എന്ന് പറയുന്നത് ഗോണ്ടോഫറസ് എന്ന് പറയുന്ന ഒരു റൂളർ മാത്രമാണ്. അദ്ദേഹമാണ് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത്. മോഡേൺ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഭാഗത്താണ് ശരിക്കും പറയുന്നത്. സോ പാകിസ്ഥാന്റെ പഞ്ചാബും ലൊക്കേഷൻ അവിടെ എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ ഇൻഡോ പാർത്തിയൻസ് വരുന്നുണ്ട്. സോ ആ ഭാഗത്താണ് വരുന്നത്. അവർ എന്താണ്
പഹലവാസ് എന്നും കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇവരെ അറിയപ്പെടുന്നത്. കാരണം പാർത്തിയൻസിന്റെ പഹലവാസ് എന്നാണ് ഇന്ത്യൻ ടെക്സ്റ്റുകളിലൊക്കെ കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇവരെ കുറിച്ച് അധികം ഡീറ്റെയിൽ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഒരാളെ പേര് മാത്രം ഓർത്തിരിക്കുക, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. പഞ്ചാബിന്റെ ഭാഗത്ത് നിൽക്കുന്നു ആൻഡ് ഗോഡഫറസ് 1, ഇത്ര മാത്രമേ ഉള്ളൂ. പഠിക്കണ്ട, അത്ര മാത്രം ഓർത്തിരുന്നാൽ മതി, ഡീറ്റെയിലിംഗിലേക്ക് പോകണ്ട. ഇത്രയും ആൾക്കാരെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് കുഷാനാസ്. ഇവരൊക്കെ ഓടിച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ യൂച്ചി ട്രൈബ് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, യൂച്ചി ട്രൈബ് എന്ത് ചെയ്യുന്നു, അവര് വന്ന് അവര് ഇന്ത്യയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ വന്നിട്ടുള്ള ഈ യൂച്ചി ട്രൈബിനാണ് ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് അവരെന്ത് പറയുന്നു, കുഷാനാസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ ദർ എ ബ്രൂട്ടൽ ട്രൈബൽ ഗ്രൂപ്പ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ യൂച്ചി ട്രൈബ് അല്ലാണ്ട് പേടിച്ചിട്ടാണ് ചൈന വൻമതിൽ പോലും പണിതിട്ടുള്ളത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പാണ്. അവര് ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് അവരുടെ ലൈഫ് നൊമാഡിക് അല്ലെങ്കിൽ പാസ്റ്ററേറ്റ് കണ്ടീഷൻ ആയിരുന്നു. അവർ ഇന്ത്യയിൽ എത്തുന്ന സമയത്ത് അവർ എന്ത് ചെയ്തു, ഒരു സെറ്റിൽഡ് ലൈഫ് ജീവിക്കാം എന്നുള്ള രീതിയിലേക്ക് അവർ വരികയാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഭാഗത്ത് അവര് സെറ്റിൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇതിനകത്ത് കുഷാനാസ് എംപയർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, ദേ ആർ ഓൾസോ നോർത്ത് വെസ്റ്റേൺ പാർട്ട് അറ്റാക്ക്. ഓക്കെ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൗണ്ടർ എന്ന് പറയുന്ന ഒരാളെന്ന് പറയുന്നത് ആരാണ്, ഉജാല കട്ഫിസസ് എന്ന് പറയുന്ന ആളാണ് അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം ഈ പറഞ്ഞ ശാഗാസിനെ തോൽപ്പിച്ചിട്ടുണ്ട്, ഇൻഡോഗ്രീക്കൻസിനെ തോൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാം, തിരിച്ച് വരുന്നത് ഇന്ത്യയിൽ എത്തുമ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഡെഫിനറ്റ് ആയിട്ട് ഇവിടെയുള്ള ശാഗാസിനെ തോൽപ്പിക്കും, ഇൻഡോഗ്രീക്കൻസിനെ തോൽപ്പിച്ചിട്ടായിരിക്കും മൂവ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ, അവരുടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലൊക്കേഷൻ പിടിച്ചെടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ ഡൈനാസ്റ്റി കൊണ്ടുവരുന്നത്. ഓക്കെ, അതിനുശേഷം വരുന്ന ആളാണ് വിമ കഡാഫിസസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ആള്, കഡ്ഫിസ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഗോൾഡ് കോയിൻസ് വീണ്ടും ഇറക്കുന്നുണ്ട്. ഇൻട്രൊഡ്യൂസിങ് ഗോൾഡ് കോയിൻസ് എന്നുള്ള സാധനം തെറ്റാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡോഗ്രീക്കൻസിന്റെ സമയത്താണ് എന്ത് പറയുന്നത്, ഗോൾഡ് കോയിൻസ് ഇറക്കുന്നത്. ഓക്കെ, അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാലത്ത് ഗോൾഡ് കോയിൻസ് കൂടുതൽ ഇറക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വന്ന റൂളറാണ് കനിഷ്ക എന്ന് പറയും. മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള റൂളറാണ്. ഒരു സെക്കൻഡ്, ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, ഈ പറഞ്ഞ വിമ കൺഫ്യൂഷൻസിന് ശേഷം വന്നിട്ടുള്ള ഫേമസ് റൂളറാണ് കനിഷ്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾ അധികം നോക്കൊന്നും വേണ്ട. ഈ കുഷാനാസിനെ ഡിവൈൻ ഓഫ് ഒറിജിൻ എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടുന്നത് കുഷാനാസ് എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രീതിയും കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൗര്യൻസിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നോർത്ത് വെസ്റ്റേൺ പാർട്ടിന്റെ ആ ടോട്ടൽ ഭാഗമല്ല, അഫ്ഗാനിസ്ഥാന്റെ ഭാഗമൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യന്റെ പാർട്ടിയോട് കണക്ട് ചെയ്യപ്പെട്ടിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, ഈ പറയുന്ന കുഷാനാസ് എന്ത് ചെയ്തു, വീണ്ടും ആ സിൽക്ക് റൂട്ടിലെ അത് കണക്ട് ചെയ്യപ്പെട്ടു. കാരണം എന്തുകൊണ്ടാ, അവര് വന്ന് ഓർമ്മയുണ്ടല്ലോ, അവരെ വന്നത് എങ്ങനെയാ, ഈ പറഞ്ഞ ശാഗാസിനൊക്കെ തോൽപ്പിച്ച് കണക്ട് ചെയ്തില്ല വന്നത്. അപ്പൊ ആ ഏരിയ ഒക്കെ ആരതായിരിക്കാം, ഈ പറയുന്ന കുഷാനാസിന്റെ കൺട്രോൾ തന്നെ വരുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, ആ ഒരു ഭാഗം ഓർത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ വിമ കഡഫിസസ് എന്ത് ചെയ്യുന്നുണ്ട്, കഡഫിസസ് എന്ന് പറയുന്ന പേര് തന്നെ എന്താണ്, ലോർഡ് ഓഫ് ഓൾ വേൾഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. എക്സാമിനേഷന് സിൽക്ക് റൂട്ട് വീണ്ടും റിവൈവ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. അടുത്തത് രണ്ടാമത്തെ ആള് വിമ കഡഫിസസ് എന്ന് പറയും. അദ്ദേഹം ഹ്യൂജ് നമ്പർ ഓഫ് ഗോൾഡ് കോയിൻസ് ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡബിൾ മിന്റഡ് കോയിൻസ്, അതിന് ദിനാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ദിനാർ കോയിൻസ് വരുന്നത്. ഓക്കെ, ഇത് എക്സാമിനേഷന് ചോദിക്കാം, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഡബിൾ മിന്റഡ് കോയിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്ത് വേണ്ടിയിട്ടുണ്ടാകും, കോയിൻസ് മിന്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശിവയും അതേപോലെ തന്നെ എന്താണ് ഒരു സൈഡിൽ ബുദ്ധനും ഇതേപോലെ ടെൻഡൻസി ഇവരും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഏറ്റവും കൂടുതൽ ഡെബിറ്റ് മിനിറ്റ് കോയിൻസ് ഇറക്കിയിട്ടുള്ളത് ഈ പറയുന്ന കുഷാനാസിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. ഓക്കെ, സ്പെസിഫിക്കലി ഇയാളെ പേരൊന്നും ചോദിക്കില്ല നിങ്ങളോട്, വിമ കഡഫിസസിന്റെ പേരൊന്നും ചോദിക്കത്തില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ UPSC അതിനെ സമയം ഉണ്ടാവുള്ളൂ, സാധ്യതയില്ല. ഓക്കെ, അത്രയും മെമ്മറി പവറുള്ള ആൾക്കാരെ ഓർത്തിരുന്നോ, അല്ലാത്തൊരു എന്തിട്ട് കുഷാനാസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, കനിഷ്ക വരുന്നത്. കനിഷ്കനെയാണ് കൈസർ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷനിൽ കംപ്ലീറ്റ് സീസർ എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ പവർഫുൾ റൂളർ. അദ്ദേഹം ഏകദേശം 78 AD കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, റൂളിലേക്ക് വരുന്നത്. ആ ഇറയാണെന്ന് പറയുന്നത് ശാഖ ഇറ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ കലണ്ടറിൽ നമ്മളെ കാണുന്ന ശാഖ ഇറ ഇല്ലേ, ദാറ്റ് ശാഖ ഇറ ഈസ് നോൺ ആസ് 78 AD അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് കനിഷ്കൻ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്താണ് ശാഖ ഇറ വരുന്നത്. ഓക്കെ, അതാണ് 78 AD എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, അദ്ദേഹത്തിന്റെ പേര് തന്നെ ദേവപുത്ര, സൺ ഓഫ് ഗോഡ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഊഹിക്കാം എന്തുകൊണ്ടാണ് അങ്ങനത്തെ പേരുകൾ ചൂസ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കാം, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഓർഡർ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. സോ ദാറ്റ് ഇസ് ദ ഓർഡർ ഓഫ് തിങ്. ആ ഒരു കാര്യം കൂടി എക്സാമിനേഷൻ ആസ്പെക്ടിൽ ഓർത്തിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും ഭാഗങ്ങൾ എന്തായിരുന്നു,
കുഷാനാസിന്റെ കൺട്രോളിൽ തന്നെയാണ് വരുന്നത്. അതേസമയം ശതവാഹനാസ് എവിടെ വരുന്നുണ്ട്? സൗത്തിൽ വരുന്നുണ്ട്. ആലോചിക്കുക. കനിഷ്കന്റെ കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, കനിഷ്കൻ ബുദ്ധിസത്തിനും ഹിന്ദുയിസത്തിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റൂളർ കൂടിയാണ്. ട്രേഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ടോളറന്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാലത്തിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു 3rd ബുദ്ധിസ്റ്റ് കൗൺസിലില് ബുദ്ധിസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാരണം അവരുടെ മോങ്സിന്റെ റൂളുകളിലൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് പ്രോബ്ലം വരുന്നുണ്ട്. ബുദ്ധിസം സ്പ്ലിറ്റ് ചെയ്യുന്ന ടെൻഡൻസി ഒക്കെ കാണിക്കുന്നത്. അതിന് മുൻപ് ബുദ്ധിസം ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൂ. ലേറ്റർ സ്റ്റേജിൽ ബുദ്ധിസം ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാവർക്കും അശോകനെ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? അശോകനെ മറികടന്നിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ബുദ്ധിസം ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അറ്റ് ദ സെയിം ടൈം 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ വന്നപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രാഹ്മണിസത്തിൽ നിന്ന് കുറെ ഫിലോസഫേഴ്സ് അവരെന്ത് ചെയ്തു? ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആവുന്നു. അങ്ങനെ കൺവേർട്ട് ആയിട്ടുള്ള 1-2 ആൾക്കാരാണ് അശ്വഘോഷ, നാഗാർജുന എന്ന് പറയുന്ന ആൾക്കാരൊക്കെ. അവർ ഓൾറെഡി ബ്രാഹ്മണന്മാരായിരുന്നു. അവരെന്ത് ചെയ്തു? ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ദേ ആർ ബുദ്ധിസ്റ്റ് നൗ. ഈ ബ്രാഹ്മണിസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബ്രാഹ്മണിസത്തിൽ ഉണ്ടോ അതേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്ന ബുദ്ധിസത്തിലേക്കും കൊണ്ടുവരാനുള്ള ടെൻഡൻസി ഉണ്ട്. അവരെന്ത് ചെയ്തു? ഈഡോൾ വർഷിപ്പ്, അതിന് ഓർമ്മയുണ്ടല്ലോ, വിഗ്രഹാരാധന, അത് ബുദ്ധിസത്തിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ ബ്രാഹ്മണിസത്തിന്റെ ലാംഗ്വേജ് എന്തായിരുന്നു? സംസ്കൃതമായിരുന്നു. സംസ്കൃത ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു സെക്കൻഡേ. സോറി, ഞാൻ റൂമിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പ്രോബ്ലംസ് വരുന്നത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ഏത് ഭാഗത്തായിരുന്നു? പോർഷൻസ് ആർക്കെങ്കിലും? ബ്രാഹ്മണിസത്തിലേക്ക് കൺവേർട്ട്, ബ്രാഹ്മണിസത്തിൽ നിന്ന് ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ആയി അല്ലെ? ഇത്രയും നിങ്ങൾ ഓക്കെ ആണല്ലോ സമീറ? ക്ലിയർ? ഡൺ. ഓക്കെ. ഇപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്? ഇവരുടെ ആ പറയുന്ന വിഗ്രഹാരാധനയും അതേപോലെ തന്നെ സംസ്കൃത ലാംഗ്വേജ് ഇവരെന്ത് ചെയ്യും? ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ടെൻഡൻസി കാണിക്കും. ഓക്കെ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുതിയ ബുദ്ധിസമാണ് മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത്. ഓക്കെ. ഹീനായന ബുദ്ധിസത്തിൽ നിന്ന് ബുദ്ധിസം എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ആയിട്ട് വിഗ്രഹാരാധനയുള്ള സംസ്കൃത ലാംഗ്വേജിന് പ്രാധാന്യം കൊടുക്കുന്ന ബുദ്ധിസം വന്നു. ദാറ്റ് ബുദ്ധിസം ഈസ് നോൺ ആസ് മഹായാന ബുദ്ധിസം. അത് കൺഫേം ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ഓക്കെ. അങ്ങനെ 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നു. കാശ്മീരിലാണ്. ഞാൻ പറഞ്ഞു ഇവരുടെ ഏരിയ മെയിൻ ആയിട്ട് ഏതാ ലൊക്കേഷൻ? ഈ ഭാഗത്താണ് അല്ലെ? പേഷ്വാർ ഈ ഭാഗത്താണ് വരുന്നത്. അപ്പൊ കാശ്മീരിലാണ് എന്ത് ചെയ്യുന്നത്? 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ഓക്കെ. 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത് ഈ പറഞ്ഞ പോലെ എവിടെയാണ്? കാശ്മീരിലാണ്, കുണ്ടലമലയിലാണ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ അശ്വഘോഷയും വാസുമിത്രയാണ് ചെയ്യുന്നത് പ്രിസൈഡ് ചെയ്യുന്ന ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് മഹായാന ബുദ്ധിസം എന്ന് പറയുന്ന ബുദ്ധിസം ഫോം ചെയ്യുന്നത്. ഒരു കണക്ഷൻ കിട്ടിയോ എങ്ങനെ മഹായാന ബുദ്ധിസം വന്നു എന്നുള്ളത്? ബാക്കി ഞാൻ ബുദ്ധിസത്തിൽ പറഞ്ഞുതരാം, ബുദ്ധിസത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. ഓക്കെ. ഇവിടെയാണ് മഹായാന ബുദ്ധിസം വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റാച്യു കാണാമല്ലോ, കനിഷ്കന്റെ ഒരു തലയില്ലാത്തൊരു സ്റ്റാച്യു, ഹെഡ്ലെസ് സ്റ്റാച്യു. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാം, കനിഷ്കനാണെങ്കിലും സ്വന്തം ഈ പറഞ്ഞ സ്റ്റാച്യു വെക്കുന്ന ഒരു കണ്ടീഷനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കാണുന്നത് അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ടെൻഡൻസി എന്താണ്? വിഗ്രഹാരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ് ഒരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യുമല്ലോ. അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? റൂളർ അക്സെപ്റ്റ് ചെയ്യാത്ത പുതിയൊരു റിലീജൻ ഉണ്ടാവാനൊന്നും സാധ്യതയില്ല. പുതിയൊരു റിലീജൻ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ബുദ്ധിസത്തിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് മഹായാന ബുദ്ധിസം, സെപ്പറേറ്റ് കൈൻഡ് ഓഫ് ബുദ്ധിസം കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ. ഞാൻ ഈ പറഞ്ഞ ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. ഈ ഒരു ടെൻഡൻസി കാണിക്കും. ഓക്കെ. ആൻഡ് കുഷാനസിന്റെ കാലഘട്ടത്തിലാണ് 2 പ്രധാനപ്പെട്ട സ്കൂൾ തോട്ട്സ് വരുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഗാന്ധാര സ്കൂളും മധുര സ്കൂളും. ഞാൻ ആർക്കിടെക്ചറിന്റെ ഭാഗത്ത് സ്പെസിഫിക്കലി ഞാൻ പറഞ്ഞുതരാം. ആർക്കിടെക്ചർ ആൻഡ് കൾച്ചറിന്റെ ഭാഗത്ത്, ആർട്ട് ആൻഡ് കൾച്ചറിൽ. ഓക്കെ. ഇവിടെ ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. മധുര സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറയുന്നത് ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആർട്ടാണ്. അവിടെ വേറെ ഒന്നും അവർ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. കുഷാനസ് കംപ്ലീറ്റ്ലി ഇന്ത്യൻ ഐഡിയോളജി വെച്ചിട്ടാണ് മധുര സ്കൂൾ ഓഫ് ആർട്സ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം ഗാന്ധാര ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ ഇവിടെയാണ്, ഗാന്ധാര അല്ലെ? അപ്പൊ ഗാന്ധാര ലൊക്കേഷന്റെ ഭാഗത്ത് ഇവരെന്തായിരിക്കാം? ഡെഫിനറ്റ്ലി ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഹെലനിസ്റ്റിക് ഫീച്ചേഴ്സ് വരുന്നത്. ഇവിടെയാണ് ഹിന്ദുയിസത്തിലും ഒരു ചേഞ്ച് വരുന്നത്. ചേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പൊ ബുദ്ധിസത്തിലാണെങ്കിൽ ചേഞ്ച് വരുന്നത് അതങ്ങനെ തന്നെയാണ്. ഓക്കെ. ടോട്ടൽ ചേഞ്ച് വരുന്നത് ഞാൻ പറഞ്ഞ എൻ്റെ ഈ പറഞ്ഞ ഐഡൽ വർഷിപ്പിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഗ്രഹത്തിൽ ശരിക്കും ഈ ഹെലനിസ്റ്റിക് ഫീച്ചറിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു നാച്ചുറലിസ്റ്റിക് അല്ലെങ്കിൽ എക്സ്പ്രസീവ് ഫീച്ചർ വരുന്നത്. അതുവരെ നമ്മുടെ ദൈവങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നില്ല.
ചിലപ്പോൾ ഒരു കല്ല് പോലെയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മെയിൻ ആയിട്ട്. അല്ലെങ്കിൽ ഫിഗർ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ആ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾക്ക് പല ദൈവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കുമല്ലോ, ഇമോഷൻസ് ഡിപ്പിക്റ്റിംഗ് എക്സ്ട്രീം ഇമോഷൻസ് ഇൻ ദി അഡൾട്ട്സ്, അല്ലെങ്കിൽ വിഗ്രഹങ്ങളിൽ നിന്ന് അത്രയും ഇമോഷൻസ് ഈ പറഞ്ഞ പോലെ ഹെലനിസ്റ്റിക് ഫീച്ചർ. അതുകൊണ്ടാണ് UPSC എന്ത് ചോദിച്ചത്, ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സിന് ഹെലനിസ്റ്റിക് ഇൻഫ്ലുവൻസിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ചോദിച്ചത്. ഇതാണ് എന്റെ റീസൺ. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം, ആർട്ട് ആൻഡ് കൾച്ചറിൽ പറഞ്ഞു തരാം. ഇത്ര മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. എക്സ്ട്രീം ഫീച്ചർ വരുന്നു, അതേപോലെ തന്നെ എന്താണ് ഡിഫറെന്റ് എലമെന്റ്സുകൾ ആർട്ടിൽ വരുന്നുണ്ട്. ഡിഫറെന്റ് സ്കൂളുകൾ വന്നു, മധുര സ്കൂൾ ഓഫ് ആർട്സും ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സും വന്നു. സോ ആർക്കിടെക്ചർ അവർക്ക് പ്രാധാന്യം വന്നു. അതേപോലെ തന്നെ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, ലാർജ് നമ്പർ ഓഫ് കോപ്പർ കോയിൻസ് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഗോൾഡ് കോയിൻസ്, ക്വാളിറ്റി ഓഫ് ഗോൾഡ് കോയിൻസും കുഷാനസിന്റെ കാലഘട്ടത്തിലുണ്ട്. ഇപ്പൊ കോയിൻസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ സിൽക്ക് റൂട്ട് വീണ്ടും എന്ത് ചെയ്തു, റിവൈവ് ചെയ്തു. ദർ റിവൈവിംഗ് ദി സിൽക്ക് റൂട്ട്. റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു നിങ്ങൾക്ക്. കാരണം എന്തുകൊണ്ടാ, മൗര്യൻസിന് ശേഷം ഈ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കുഷാനസ് ആണ്. കുഷാനസ് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ഇത് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ സിൽക്ക് റൂട്ട് എന്താണ്, അവർക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇൻ എക്കണോമിക്കൽ പെർസ്പെക്റ്റീവ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഫിഗർ കണ്ടാൽ മതി. കനിഷ്കന്റെ ഹെഡ്ലെസ് സ്റ്റാച്ചു നിങ്ങൾ കണ്ടില്ലേ ഫിഗറിൽ? ഇവിടെ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അദ്ദേഹം ബൂട്ടും കോട്ടും ഒക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കാണുന്നത്. അതേപോലെ കോയിൻസിലും അത് കാണുന്നുണ്ട്. സോ ബൂട്ട്, കോട്ട്, ക്യാപ്പ്, ട്രൗസേഴ്സ് ഇതൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നതും ഇവരുടെ കാലഘട്ടത്തിലാണ്. സെൻട്രൽ ഏഷ്യൻ ട്രൈബിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് വരുന്നത്. നിങ്ങൾ ഓർത്തിരിക്കണം, അവരുടെ സിഗ്നിഫിക്കൻസ് ആണ് ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡാർക്ക് ഏജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം. നിങ്ങൾ ഈ പോയിന്റ്സ് ഒക്കെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് കമാൻഡിൽ ഇട്ടാൽ നന്നായിരിക്കും. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ എന്ത് വരുന്നു, ബാംബു, സിന്ദൂരം, വെറും ഇതൊക്കെ അല്ലേ, അതൊക്കെ വരുന്നത് ഇന്ത്യയിലേക്ക് വരുന്നത് ഇവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് മെയിൻ ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നെ കുഷാനസിന്റെ കാലഘട്ടത്തിൽ ലിറ്ററേച്ചർ ആസ്പെക്ടിൽ പറയാൻ പറ്റുന്നത് എന്താണ്, അശ്വഘോഷ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബ്രാഹ്മണായിരുന്നു, ബുദ്ധിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിസൈഡ് ചെയ്തിട്ടുണ്ട് 4th ബുദ്ധിസ്റ്റ് കൗൺസിൽ. ബുദ്ധചരിത എടുത്തിട്ടുള്ളത് അശ്വഘോഷയാണ്. ഓക്കെ, അതേപോലെ തന്നെ വാസുമിത്ര മഹാവിഭാഷ എഴുതിയിട്ടുള്ളതും ഇദ്ദേഹമാണ്. ബുദ്ധിസ്റ്റ് എൻസൈക്ലോപീഡിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ ചരക, സുശ്രുത. ചരക ഈ കാലഘട്ടത്തിലായിരുന്നു വരുന്നുണ്ടായിരുന്നത്. ചരക സംഹിത ചെയ്തത് ബുക്ക് ഓഫ് മെഡിസിൻ. സുശ്രുത ഈ കാലഘട്ടത്തിലല്ല, പക്ഷേ സുശ്രുതന്റെ ബുക്ക് ഫേമസ് ആവുന്നത് ഈ കാലഘട്ടത്തിലാണ്, ബുക്ക് ഓഫ് സർജറി. അതുകൊണ്ടാണ് ഇതിനും ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു സെക്കൻഡ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തേ. ഇത്രയും ഭാഗം ഓക്കെ ആണല്ലോ. ഇപ്പൊ സുശ്രുതൻ, ചരക സംഹിത ബുക്ക് ഓഫ് മെഡിസിൻ ആണ് ചരകന്റെ. അപ്പൊ സുശ്രുത സംഹിത എന്ന് പറയുന്നത്, സുശ്രുതന്റെ ഈ സംഹിതയിലാണ് ശരിക്കും പറഞ്ഞ കാറ്ററാക്ടിക് സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആ ഭാഗത്ത്. ഓക്കെ, ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഈ കാലഘട്ടത്തിലാണ് ഇതിന് ഫേമസ് ആവുന്നത്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് സുശ്രുതന്റെ ഈ കാലഘട്ടത്തിലാണെന്നുള്ളത്. ചരകൻ ഈ കാലഘട്ടത്തിലാണ്, സുശ്രുതന്റെ ബുക്ക് ഫേമസ് ആവുന്നത് ഈ കാലഘട്ടത്തിലാണ്. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഞാൻ റിലീജിയൻ സിഗ്നിഫിക്കൻസ് ഓൾറെഡി പറഞ്ഞു. ഹിന്ദുസത്തിന് പ്രാധാന്യം വന്നു, ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നു, ബുദ്ധിസം റിവൈവ് ചെയ്തു. കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ആദ്യത്തെ 2 ആൾക്കാര് ബുദ്ധിസത്തിനും ശൈവസത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ കനിഷ്കൻ എന്ത് ചെയ്തു, മഹായാന ബുദ്ധിസത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു, കുഷാന എംപയറും ഗ്രാജുവലി ഡിക്ലൈൻ ആവുന്നു. മെയിൻ റീസൺ എന്ന് പറയുന്നത് കനിഷ്കന് ശേഷം വീക്ക് ആയിട്ടുള്ള സക്സസസ് തന്നെയായിരുന്നു. അതായത് എന്താണോ മൗര്യൻ ഡൈനാസ്റ്റിയിൽ അശോകന് ശേഷം സംഭവിച്ചത് അത് കനിഷ്കന് സംഭവിക്കുന്നു. ഓക്കെ, ഇവിടെ ഹെഡ്ലെസ് സ്റ്റാച്ചു കാണാൻ കാരണം അത് ഡിസ്ട്രോയ് ചെയ്തതാണ്, തകർത്ത് നശിപ്പിച്ചതാണ് അത് ഡൈനാസ്റ്റീസുകൾ. ഓക്കെ, ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, കുഷാന എംപയേഴ്സ് സ്പ്ലിറ്റ് ആയി പോകുന്നു. അത് ഡിവൈഡ് ആയിട്ട് 2 ഭാഗം വന്നു. ഈസ്റ്റേണും വെസ്റ്റേൺ ഹാഫ് ആയിട്ട് 2 ആയിട്ട് ഡിവൈഡ് ആയി പോകുന്നു ടോട്ടൽ പോർഷൻസ്. ആൻഡ് വെസ്റ്റേൺ പാർട്ട് പേർഷ്യൻ എംപയറിന്റെ കൺട്രോളിലേക്ക് പോകുന്നു. ഈസ്റ്റേൺ പാർട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്മാൻഡിൽ ചെയ്തിട്ട് കുഞ്ഞു ഇൻഡിപെൻഡന്റ് കിങ്ഡം ആയിട്ട് വരുന്നു. അങ്ങനെ വരുന്ന കിങ്ഡംസ് ആണ് ഗുപ്താസ്, മാൾവാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുകളൊക്കെ. ഈ ഗുപ്താസ് ആണ് ലിറ്ററലി ഗുപ്ത ഡൈനാസ്റ്റി ആയിട്ട് വരുന്നത്. വിച്ച് മീൻസ് ഈ പറയുന്ന കുഷാനാസിന്റെ ഫ്യൂഡറ്ററീസ് ആയിട്ട് വന്നിട്ടുള്ള ഗ്രൂപ്പാണ് ഗുപ്താസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഗുപ്ത ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നത്. ഇത്രയും ഭാഗം ഓക്കെ ആണോ? കണക്ഷൻ കിട്ടിയോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ, ഡൺ. അനഘ, അഞ്ജലി, അക്ഷയ, അപർണ, ദേവിക, ഫൈൻ. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ടൈം കളയുന്നില്ല, സെയിം കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ചോദിച്ചത് വാട്ട് ആർ ദി ക്രോണോളജിക്കൽ ഓർഡർ ഇൻ വിച്ച് ഫോളോയിങ് അപ്പിയർഡ് എന്നാണ് ചോദിച്ചത്. ക്രോണോളജിക്കൽ ഓർഡർ എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. എങ്ങനെയാണ് ആദ്യം വരുന്നത്,
ഇത് നിങ്ങൾ വിട്ടേക്ക്, ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട. അതിൽ ആദ്യം വരുന്നത് നിങ്ങൾ ഏതാണ്? അർബൻ കൾച്ചർ അല്ല ആദ്യം വരുന്നത് അല്ലെ? ഏതായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ. അയൺ പ്ലഫ് വരുന്ന കാലഘട്ടം എവിടെയാണ്? പോരട്ടെ, അയൺ, വെരി ഗുഡ്, ലേറ്റർ വൈദിക് ഏജ് അല്ലെ? പിന്നെ പഞ്ച് മാർക്കഡ് കോയിൻസ്, സിൽവർ കോയിൻസ് ഏത് കാലഘട്ടത്തിലാണ് വരുന്നത്? ഡ്യൂറിംഗ് ദ ടൈം ഓഫ് മഹാജനപദാസ്. എക്സ്പെഷ്യലി ആരുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? പഞ്ച് മാർക്കഡ് കോയിൻസ്, അത്രയും പ്രാധാന്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് മൗര്യൻസ്. ഓക്കെ, അതിനുശേഷം ഗോൾഡ് കോയിൻസ്, ഇൻഡോ ഗ്രീക്കൻസ്. ഓക്കെ, സോ ഓർഡർ ഓർമ്മയുണ്ടല്ലോ, 4, 3, 2, 1. ഡി ആണ് വരുന്നത്. അടുത്തത് വിത്ത് റെഫറൻസ് ടു ദി ഇൻവേർഡേഴ്സ് ഇൻ ദി ആൻഷ്യന്റ് ഇന്ത്യ, ക്രോണോളജിക്കൽ ഓർഡർ ആണ് ചോദിച്ചത്. ആദ്യം വന്ന ആരാണ്? ആൻസർ ഇൻഡോ ഗ്രീക്കൻസ്, ഷാഗാസ്, കുഷാനാസ്. ഓക്കെ, ഇൻഡോ ഗ്രീക്കൻസ്, ഷാഗാസ്, പാത്തിയൻസ്, കുഷാനാസ് എന്നുള്ള ഓർഡറാണ് ശരിക്കും വരുന്നത്. അവിടെ പാത്തിയൻസ് ചോദിച്ചിട്ടില്ല. ഇൻഡോ ഗ്രീക്കൻസ്, ഷാഗാസ്, കുഷാനാസ്. കുഴപ്പമില്ലല്ലോ, കൺഫേം, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതേപോലെ പ്രാക്ടീസ് ഓഫ് മിലിറ്ററി ഗവേണൻഷിപ്പ്, എന്താ ഞാൻ പറഞ്ഞത്? ഇതിന്റെ പേര് സെട്രാപ് സിസ്റ്റം. ആരാണ്? ഷാഗാസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ഇൻഡോ ഗ്രീക്ക് കിങ്ഡം സെറ്റപ്പ് ഇൻ ദി നോർത്ത് അഫ്ഗാനിസ്ഥാൻ ഇൻ ദി ബിഗിനിങ് ഓഫ് ദി സെക്കൻഡറി. എവിടെയാണ് വരുന്നത്? ഇതിൽ ആരായിരുന്നു? ബാക്ട്രിയൻസ്. ഓർമ്മയുണ്ടല്ലോ, കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ടൈറ്റൻസ് ആരാണ്? ഷാഗാസ് അല്ലെ? ഓക്കെ, അടുത്തത് അടുത്തത് മെനി ഓഫ് ഗ്രീക്ക് ആൻഡ് കുഷാനാസ് ആൻഡ് ഷാഗാസ് എംബ്രേസ്ഡ് ബുദ്ധിസം റാദർ ദാൻ ഹിന്ദുയിസം. എന്തുകൊണ്ടാണ്? ഒന്നും കൂടി ശ്രദ്ധിക്കണം. ദേവിക, വെരി ഗുഡ്, വെരി ഗുഡ്. ഡി, രണ്ടും ഒരേപോലെ വരുന്ന ബുദ്ധിസം വാസ് ആൻസെന്റ് ഓഫ് ദി ടൈം അല്ലല്ലോ, ഒഴിവാക്കാം അല്ലെ? പോളിസി ഒഴിവാക്കാം, കാരണം രണ്ടും മണ്ടത്തരാണ്, നമുക്ക് അപ്പൊ തന്നെ കിട്ടി അല്ലെ? പിന്നെ വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. എപ്പോഴും യു പി സിക്ക് അങ്ങനെ രണ്ടും നിങ്ങൾക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം, രണ്ടെണ്ണം അടുത്ത് നിൽക്കും. ഓക്കെ, കാസ്റ്റിഡ് ഹിന്ദുയിസം ഡിഡ് നോട്ട് അട്രാക്ട് ദം. അവരെ അട്രാക്ട് ചെയ്തല്ലോ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഹിന്ദുയിസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ലേ? ആലോചിച്ച് നോക്കിയേ. എന്താണ് ഏറ്റവും വലിയ കാര്യം? ഈസിയർ ആക്സസ് ടു സൊസൈറ്റി. ഞാൻ ആദ്യമേ പറയുന്നത് എന്താണ്? ഇവൻ സുംഗഡാനാസിൽ പോലും പുഷ്യമിത്ര സുംഗ ഡൊണേറ്റ് ചെയ്തതിന്റെ റീസൺ പോലും ഞാൻ പറഞ്ഞതിന്റെ റീസൺ കാര്യം എന്താണ്? ഇതല്ലേ? അപ്പൊ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, അവരെ അട്രാക്ട് ചെയ്യിപ്പിച്ചതിന്റെ കാര്യം പോലും അതാണ് എന്നുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് തന്നെ കുറെ PYQs ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ PYQs സെപ്പറേറ്റ് PDF ആക്കിയതാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തു സുംഗ ഡൈനാസ്റ്റിന്റെ ഫൗണ്ടറെ കുറിച്ചിട്ട്. ഇവിടെ എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിലന്ദോ പൻഹ ആരുടെ കാലഘട്ടത്തിൽ എഴുതിയതാ? ആരാണ് അതിന്റെ ആളെന്ന് പറയുന്നത്? എനി ഐഡിയ? കറക്റ്റ്ലി മാച്ച്ഡ് ആണോ അത്? അല്ല, മിയാനോ ടൂവിന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, ആരാണ് എഴുതിയത്? നാഗാർജുന ആണോ നാഗസേനയാണോ? വെരി ഗുഡ്, നാഗസേനയാണ്. ഓക്കെ, നാഗാർജുന ആരാണ്? ഇത് ബുദ്ധിസ്റ്റ് സ്കോളർ, ഡെഫിനറ്റ്ലി ബുദ്ധിസ്റ്റ് സ്കോളർ ഡ്യൂറിംഗ് ദി ടൈം ഓഫ് കുഷാനാസ്. ഓക്കെ, ഞാൻ കുഷാനാസിനെ കുറിച്ച് പഠിപ്പിക്കാനല്ല, ബുദ്ധിസം പഠിപ്പിക്കാൻ ഞാൻ ഒരു കോൺസെപ്റ്റ് പറയും, മാധ്യമിക സ്കൂൾ ഓഫ് തോട്ട്സ്. ബുദ്ധിസം മിഡിൽ പാത്ത് ഫോളോ ചെയ്യുന്നു പറഞ്ഞില്ലേ? ഓക്കെ, ആ ഒരു കോൺസെപ്റ്റിന്റെ ഫൗണ്ടറും കൂടി അദ്ദേഹമാണ്. അങ്ങനത്തെ ഒരു തിയറി പോലും ഫൗണ്ട് ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. ഓക്കെ, സോ വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്, നമുക്ക് അവിടെ പറയാം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗിൽഡ് സിസ്റ്റം, ശ്രേണി സിസ്റ്റം അറിയാലോ, നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. ഇതിപ്പോ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലെ? ലാസ്റ്റ് മറൻ റൂളർ, ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. ഞാൻ കൺസോൾട്ടേറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ, അതൊക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടീസ് ഓഫ് മിലിറ്ററി ഗവർണർഷിപ്പ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഏതാണ്? സോറി, നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൺവീനിയൻസിന് വേണ്ടി ഞാൻ ഒന്നും കൂടി ആക്കുന്നു. ഏതാണ് വരുന്നത്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കറക്റ്റ്ലി മാച്ച്ഡ്. ബി, ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ്. ഓക്കെ, ഡൺ. അടുത്തത്, who among the following presided over Buddhist council held കനിഷ്ക? ആരായിരുന്നു? ഡി, വെരി ഗുഡ്, വാസുമിത്ര ആൻഡ് അശുഘോഷ. നാഗാർജുനം ആ കാലഘട്ടത്തിലാണ്, പക്ഷേ എന്തല്ല, അതല്ല. ഓക്കെ, ശൂദ്രക. ആരാണ് ശൂദ്രക? ഓപ്ഷൻസിൽ ഒരുപാട് തവണ വന്നിട്ടുള്ള ശൂദ്രക 2001 ക്വസ്റ്റ്യൻ ആണ്. 2001 ശേഷം നിങ്ങൾ ശൂദ്രകനെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ,
ശൂദ്രക ആരാന്ന് അറിയാമോ? ഹു ഇസ് ശൂദ്രക? എനിവൺ? വെരി ഗുഡ്, മൃജകടിക. ഓക്കെ, നാൻ ജെയിംസിന് ശൂദ്രക വരുമോ? മൃജകടികയിൽ വരുന്ന ആളാണ്, റൈറ്റർ ആണ്. ഓക്കെ, അടുത്തത് നാൻ ജെയിംസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞേരേ. 9 ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാലും നിങ്ങൾ ഓർത്തിരിക്കുക. ഫ്രം ദി 3rd century AD, പഴയ ക്വസ്റ്റ്യൻ ആണ്, 1999 ക്വസ്റ്റ്യൻ ആണ്. കൂൺസ് ഇൻവേർഷൻ എൻഡഡ് റോമൻ എംപയർ. ഇന്ത്യൻ മെർച്ചൻസ് റിലേറ്റ് മോർ ദി ഏത് ഭാഗത്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇസ് ഇറ്റ് ഓൺ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രേഡ്? ഓക്കെ, വലിയ ഇമ്പോർട്ടന്റ് അല്ല, ക്വസ്റ്റ്യൻ അവിടെ വന്നതുകൊണ്ട് ഞാൻ അത് പറഞ്ഞത് മാത്രം, അത്ര ഡീറ്റെയിലേക്ക് പോകണ്ട. ആൻഡ് ഇൻഡോ ഗ്രീക്കൻസ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, പഴയ മോഡൽ ക്വസ്റ്റ്യൻ ആണ്, 1998 ക്വസ്റ്റ്യൻ ആണ്. ഇതല്ല ഇപ്പൊ അസേഷൻ ആൻഡ് റീസൺ, ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അതല്ലേ. ഓക്കെ, 11 നോക്കിയേ. ദി ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ് ബിയർ ദി മാർക്ക് ഓഫ് ദി ഹെലനിസ്റ്റിക് ഇൻഫ്ലുവൻസ്. ശരിയല്ലേ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ഹിനാന ഫോം ഓഫ് ബുദ്ധിസം വാസ് ഇൻഫ്ലുവൻസ് ദി ആർട്ട്. ഹിനായ ആണോ കനിഷ്കന്റെ സമയത്ത് വന്നിട്ടുള്ളത്? ഏതാണ്? ആർ ഇസ് നോട്ട് ട്രൂ. വെരി ഗുഡ്. ഓക്കെ, സോ ഇങ്ങനെയുള്ളതിൽ പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കാലഘട്ടത്തിലും. ഓക്കെ, സി ആണേ, സി അല്ലേ പറഞ്ഞത്? സി. ഡൺ. അടുത്തത് 12 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. ഗോൾഡ് കോയിൻസ്, 5 മാർക്കഡ് കോയിൻസ്. അതേപോലെ തന്നെ ഇറയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഗുപ്ത ഇറ എന്ന് പറയുന്നത് ഗുപ്ത ഡൈനാസ്റ്റി വന്ന കാലഘട്ടമാണ്. ഓക്കെ, 13 വിക്രമ ഇറ കേട്ടിട്ടുണ്ടോ? ഏതാ വരുന്നത്? വിക്രമ ഇറ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലഘട്ടമാണ്. ഓക്കെ, പിന്നെ ഗുപ്ത ഇറ, ഗുപ്ത ഡൈനാസ്റ്റി വന്ന കാലഘട്ടം. കലീറ റീസെന്റ് ആയിട്ടുള്ള കാലഘട്ടം. അതേപോലെ തന്നെ എന്താണ് ശാഖ ഇറ എന്ന് പറയുന്നത്? ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരേ പോയിന്റ് മാത്രം ഇതാണ്, വേറെ ഒന്നും ചോദിക്കത്തില്ല. ഏതാണ് ശാഖ ഇറ? കനിഷ്കന്റെ റൂളിങ്ങിന്റെ സമയമാണെന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഗാന്ധാര സ്കൾപ്ചർ ഓഫ് ബുദ്ധ ആർ ടിപ്പിക്കലി ഇന്ത്യൻ, നോട്ട് ഗ്രീക്ക് ഓർ റോമൻ? ഏതാ വരുന്നത്? 14 കുറച്ചും കൂടി ആർട്ട് ആൻഡ് കൾച്ചർ ആണ്, ഞാൻ ആ ഭാഗം പഠിപ്പിച്ചിട്ടില്ല. ഗാന്ധാര സ്കൾപ്ചർ ഓഫ് ബുദ്ധ ആർ ടിപ്പിക്കലി ഐക്കണോഗ്രഫി ആണ് വരുന്നത്. ഓക്കെ, ഞാൻ ആ ഭാഗം പറഞ്ഞു തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ ഞാൻ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ് വരുമ്പോൾ ഡീറ്റെയിൽഡ് പറഞ്ഞു കേട്ടോ, മനസ്സിലാവണ്ട. ഗാന്ധാര അങ്ങനെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ, നോട്ട് ഫീച്ചർ ഓഫ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ്. എന്താണ് അതിന്റെ ഫീച്ചർ അല്ലാത്തതെന്ന് വെച്ചത്? സി ഇത് തന്നെയല്ലേ ഇവിടെ റിപ്പീറ്റ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, വെറുതെ നിങ്ങൾ ഇത്രയും കാടടച്ച് പഠിക്കണോ? മധുര സ്കൂൾ ഓഫ് ആർട്സ് പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അവിടെ എത്തിയിട്ടില്ല. റെഡ് സാൻഡ്സ്റ്റോൺ ആണ് മധുര സ്കൂൾ ഓഫ് ആർട്സിൽ വരുന്നത്. ഓക്കെ, ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ് ഡെവലപ്ഡ് അണ്ടർ ദി റൈൻ ഓഫ് ആരുടെ കാലഘട്ടത്തിലാ? വെരി ഗുഡ്, കനിഷ്കന്റെ കാലഘട്ടത്തില്. ശാഖ ഇറ വീണ്ടും റിപ്പീറ്റഡ്, ആരുടെ കാലഘട്ടം? കനിഷ്ക. കൺഫ്യൂഷൻ ഉണ്ടോ? അല്ലല്ലോ. അടുത്ത വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മോസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കനിഷ്ക റൂൾ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കനിഷ്ക റൂൾ. 19 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ് കനിഷ്കന്റേതാണെന്ന് മാത്രം പറയാൻ പറ്റുമോ? കുഷാനാസ് ഇൻഫ്ലുവൻസ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് UPs എന്ന് തന്നിട്ടുള്ളത് എക്സ്പാൻഷൻ ഓഫ് ബുദ്ധിസ്റ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണ്. ഓക്കെ, ആ രീതിയിൽ വരില്ല എന്ന് വിചാരിക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഒഴികെയുള്ള ബാക്കിയെല്ലാം കനിഷ്കനായിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെയാണ്. ഓക്കെ, ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. 4th ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റ് ശ്രീനഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കനിഷ്ക റൂൾ എന്നാണ് പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കനിഷ്ക റൂൾ. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്സ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലല്ലോ, അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള കാര്യങ്ങളാണ്. 4th ബുദ്ധിസ്റ്റ് കോൺസെപ്റ്റ് ശ്രീനഗർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ബോത്ത് ആർ ദർ, ബട്ട് ബുദ്ധിസം ഔട്ട്സൈഡിലേക്ക് പോകുന്നത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഭയങ്കരമായിട്ട്. ഓക്കെ, എക്സ്പെഷ്യലി നിങ്ങൾക്ക് അറിയാം നോർത്ത് വെസ്റ്റേൺ പാർട്ടിന്റെ പോർഷൻ ആയിരുന്നു. ഓക്കെ, ഇത് മൂന്നുമാണ്, പക്ഷേ മോസ്റ്റ് അക്സെപ്റ്റബിൾ എ. ശാഖ ഇറ വീണ്ടും ക്വസ്റ്റ്യൻ ഏതായിരുന്നു ആൻസർ? എ അല്ലേ. ദീസ് ആർ ദി 20 ക്വസ്റ്റ്യൻസ്. 1979 മുതലുള്ള ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, യവനാസിന്റെ കാര്യം മറന്നുകൊണ്ടാ, എന്തുകൊണ്ടാണ് യവനാസ് എന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ ഭാഗത്ത് ആർക്കെങ്കിലും?
ഓക്കെ.